പരിശോധന നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫസ്റ്റ് നമ്മൾ 6 സോണായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ നമ്മൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ ഡേറ്റ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള സോൺസിലെ ബോഡീസ് കിട്ടുന്നത് കുറവാണ്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഈ റിവർ ബേസിനിലാണ് നമ്മൾ സെർച്ച് ഓപ്പറേഷൻസ് ഇപ്പോൾ നിലവിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്കൂൾ ഏരിയ, വില്ലേജ് ഏരിയ, ഡൗൺ സ്ട്രീംസ്, ആ 3 സോണുകളിൽ നമ്മൾ ശക്തമായിട്ടുള്ള സെർച്ച് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള മുണ്ടക്കൈ, പുഞ്ചരിമുറ്റം, പിന്നെ ആറന്മല, അട്ടമലയിലും സെർച്ച് ഓപ്പറേഷൻസ് ഇസ് ഗോയിങ് ഓൺ. ബട്ട് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡൗൺ സ്ട്രീം, റിവർ ബേസിൻ, സ്കൂൾ ഏരിയ, വില്ലേജ് ഏരിയ, ആ ഭാഗങ്ങളിലാണ്. ഇല്ല, സൺറൈസ് വാലി മാത്രമല്ല. ദാറ്റ് എൻറ്റയർ ഏരിയ നമ്മൾ ഈ ചാലിയാർ റിവർ വരെ നമുക്ക് 40 കിലോമീറ്റേഴ്സിൻ്റെ സ്ട്രെച്ച് ഉണ്ട്. സോ ഹെലികോപ്റ്റേഴ്സിൻ്റെയും പിന്നെ ഉണ്ട്. ഓക്കെ, ദേ ആർ ഓൾസോ ഡൂയിങ് എ റെക്കി. ഈ ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എവിടെയൊക്കെ നമ്മൾ നിരീക്ഷണം നടത്താൻ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്? അത് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമുക്ക് ഇൻസിഡൻറ്റ് കമാൻഡർ ഉണ്ട്. പിന്നെ ഫോഴ്സസിൻ്റെ ഇൻപുട്സ് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അടുത്ത ദിവസം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. യെസ്, അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നലെ മൃതദേഹങ്ങൾ കിട്ടിയ സ്ഥലം നമ്മൾ മാർക്ക് ചെയ്തിട്ട് എന്നാൽ അവിടെ കൂടുതൽ പരിശോധന അങ്ങനെയുണ്ടോ? എൻറ്റയർ സ്ട്രെച്ച് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ആർമീൻ്റെ പിന്നെ ഫോഴ്സസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ട്. ഒരു ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് പറഞ്ഞിട്ട് സാനിറ്റൈസേഷൻ എന്താണ് അവർ ചെയ്തുകൊണ്ട് പോകുന്നത്. അത് വെച്ചിട്ട് എത്ര ബോഡീസ് കിട്ടുമോ അത് നോക്കിയിട്ട് ഓരോരോ സോണും അവർ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ സാധ്യത ബേസിൻസിലാണ്. അത് വെച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യും. എത്രത്തോളം കവർ ചെയ്തു പറഞ്ഞാൽ ദിസ് ഇസ് എ വെരി ഹ്യൂജ് എക്സ്റ്റെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലേ എത്ര വലിയ എക്സ്റ്റെൻറ്റ് ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിന് പോകാൻ ഒരു മോർ ദാൻ 6 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ എല്ലാ സൈഡിലും നമ്മൾ ഫോഴ്സസ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സാനിറ്റൈസേഷൻ ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാരും ഇവിടെ വീടുണ്ടായിരുന്നു, ഇവിടെ സ്കൂൾ ഉണ്ടായിരുന്നു, ഇവിടെ പള്ളി ഉണ്ടായിരുന്നു, ഇത് കാണുന്നില്ല, ഇവിടെ സെർച്ച് ചെയ്യണം, അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ള സെർച്ച് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. From the day one it is there. Localites are there. 40 teams ആണ് ഉള്ളത്. 40 teams. Yes, 40. അതിൽ എത്ര പേരാ ഉള്ളത്? 1300 കൂടുതലായിട്ട് ഫോഴ്സസും പിന്നെ മോർ ദാൻ 1000 വോളണ്ടിയേഴ്സും ഉണ്ട്. സോ നമ്മൾ ഹയസ്റ്റ് ഇതുവരെ സൺഡേ 1700 വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു, 1382 ഫോഴ്സ് ഉണ്ടായിരുന്നു. സോ ഇത്ര ആൾക്കാരും സെർച്ച് ഓപ്പറേഷൻസ് ചെയ്യും. 2 തവണയായി രക്ഷാപ്രവർത്തകരുള്ളിൽ കുടുങ്ങി പോകുന്ന സാഹചര്യം. അതെ, ഇനി പോകുന്നവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം അങ്ങനെ എന്തെങ്കിലും? കൃത്യമായിട്ടുള്ള നിർദ്ദേശനം നമ്മൾ കൊടുക്കുന്നുണ്ട്, രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മറ്റു സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ്. അവരുടെ സേഫ്റ്റിയും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ട് പോകുന്ന എല്ലാവരും തിരിച്ചു വരുന്നുണ്ടോ അത് നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ബിഫോർ സൺസെറ്റ് ദേ ഷുഡ് ഓൾസോ കം ഔട്ട്. അപ്പോൾ നൈറ്റിലെ എയർ ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടി കുറച്ച് ആൾക്കാർ അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, ബോഡിയും ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ എയർ ലിഫ്റ്റിംഗ് ട്രൈ ചെയ്തു. ബിക്കോസ് ഓഫ് വിസിബിലിറ്റി വി കുഡ് നോട്ട് ഡു. ഇമ്മീഡിയറ്റ്ലി NDRFനെ നമ്മൾ മൊബിലൈസ് ചെയ്തു. സോ രാവിലെ തന്നെ NDRF പോയി, ഫോറസ്റ്റിൻ്റെ വാച്ചർ അവരെ കൂടെ പോയി, പിന്നെ അവരെ സേഫായിട്ട് കൊണ്ടുവന്നു, ബോഡിയും എയർ ലിഫ്റ്റ് ചെയ്തു. ക്രിമേഷൻ എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുണ്ടോ? യെസ്, ക്രിമേഷൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് നമ്മൾ വിത്ത് ഓൾ സർവ്വധർമ്മ മതപ്രാർത്ഥന പിന്നെ ഓൾ സ്റ്റേറ്റ് ഹോണേഴ്സ് റെസ്പെക്ട്സിനെ കൂടെ നമ്മൾ വളരെ നന്നായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും പിന്നെ ലോക്കലായിട്ടുള്ള വളരെ നല്ല രീതിയിലാണ് ചെയ്തത്. ദാറ്റ് ഹാസ് ബീൻ അപ്രിഷിയേറ്റഡ് ബൈ ദ എൻറ്റയർ നേഷൻ. അങ്ങനെ ഒരു നല്ല രീതിയിൽ ചെയ്തു. ഇന്ന ബാക്കിയുള്ള നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. പ്രോട്ടോക്കോൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ബോഡി കിട്ടിയ ശേഷം നമുക്ക് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് 72 hours വരെ നമുക്ക് സമയമുണ്ട്. ആ സമയത്തിൽ ആരെങ്കിലും വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിമേഷൻ. ബോഡി പാർട്സ് കുറച്ചുണ്ട്, ബോഡി പാർട്സ് ഉണ്ട്. അത് നമ്മൾ ഇന്ന് പ്രൊസീഡിങ്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ വരെ നമ്മൾ ഉള്ള ബോഡി പാർട്സ് ആസ് പെർ പ്രോട്ടോക്കോൾ ബോഡീസും പിന്നെ ബോഡി പാർട്സ് എന്തൊക്കെ ബറി ചെയ്യേണ്ടതായിരുന്നോ അതിന് സ്ഥലം മതിയായി. അപ്പോൾ അത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള സ്ഥലം നമ്മൾ എടുക്കും. അത് നമ്മൾ ഒരു അസസ്മെൻറ്റ് ചെയ്തിട്ട് എത്ര ആവശ്യം വരുമോ അത്ര എടുക്കും.